ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഭീമിഷിനെ കുറിച്ചാണ്. ഭീമിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേൾഡ് ഫേമസ് ഓപ്പൺ എയർ മ്യൂസിയമാണ്. ഇത് ഇംഗ്ലണ്ടിലാണുള്ളത്. ഇത് ലോകത്തെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ്. അപ്പം ഇത് 1820 മുതൽ 1950s വരെയുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നുള്ളതിൻ്റെ ഒരു രൂപരേഖയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു വില്ലേജ് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ അതിനകത്ത് പണ്ട് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും പണ്ട് അവർ യൂസ് ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് നമുക്കവിടെ കാണാനുള്ളത്. അപ്പം ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം അവിടെ എന്തൊക്കെയാണുള്ളതെന്ന്. അപ്പം ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ബസ്സിനാണ് പോയത്, കാറിനല്ല പോയത്, ബസ്സിനാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സും ബിന്ദുവിൻ്റെ ഫാമിലി ആയിട്ടാണ് ഞങ്ങളവിടെ പോയത്. അപ്പോൾ നമ്മളവിടെ എത്തി, ബസ്സിന് നമ്മളവിടെ എത്തിയിട്ട് അതിൻ്റെ എൻട്രൻസിൽ നമ്മൾ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരും ബിന്ദുവാണ് അകത്തേക്ക് പോവുകയാണ്. നിങ്ങൾ പുറകെ ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഞാൻ പുറകെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസിലേക്ക് നമുക്കിങ്ങനെ നടന്നു വേണം പോകാനായിട്ട്. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പം ടിക്കറ്റിന് എത്രയാണ് നമുക്ക് പേ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. നമുക്കകത്തേക്ക് കയറി കഴിയുമ്പോൾ അറിയാം എത്രയാണ്, എന്തായാലും പേ ചെയ്യണം എന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഫാമിലി ആയിട്ട് നമുക്ക് പേ ചെയ്യാം. പിന്നെ നമുക്കത് ആ ടിക്കറ്റ് നമുക്ക് 1 year യൂസ് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ ഓൾറെഡി അറിയാം ഞങ്ങൾക്ക്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അകത്തേക്ക് വന്നാലേ അറിയത്തുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ നമുക്കൊരു ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കുന്നതിന് 2 വശത്തുമായിട്ട് നിറയെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പല ടൈമിലായിട്ട് അവർക്ക് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ ഗ്ലോബ് നമുക്ക് കാണാം. കാശി കുറച്ച് നേരം ഗ്ലോബിലൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നു, ടിക്കറ്റ് എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾക്ക് മൊത്തം അതായത് 1 family 2 adult 2 children ഞങ്ങൾക്ക് പേ ചെയ്തത് 82 pound. കൺഫർമേഷൻ എല്ലാം നമുക്ക് ടിക്കറ്റും കിട്ടും, നമ്മുടെ ഇമെയിലിലേക്ക് അത് വരും. പിന്നെ നമുക്ക് 1 year നമുക്ക് ആ സെയിം ഇമെയിലിൽ അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും വിസിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബിന്ദുവിനും ഫാമിലിക്കും ആയത് 71 pound. കാരണം അവർക്ക് 2 adults 1 child ആയതുകൊണ്ട് അവർക്ക് പൈസ കുറവാണ്. അപ്പം നമുക്ക് ഇന്നൊരു ബിസി ഡേ ആണ്. ഒരു നല്ല തെളിഞ്ഞ വെയിലൊക്കെ ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. നിറയെ ആൾക്കാർ ടിക്കറ്റിനൊക്കെ ആയിട്ട് വേണ്ടി നിൽപ്പുണ്ട്. അപ്പം നമുക്കവർ ഒരു നമുക്കൊരു റൂട്ട് മാപ്പ്, ഒരു വിസിറ്റേഴ്സ് മാപ്പ് തരും. അപ്പം അതിനനുസരിച്ച് വേണം നമുക്ക് ഓരോ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി, നമ്മൾ നേരെ അകത്തേക്ക് കയറി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ അവിടെയും ഇതുപോലെ നിറയെ ഫോട്ടോസ്. അപ്പം ഈ ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫോട്ടോസാണ്. അതായത് നമ്മൾ പറഞ്ഞു 1958 ഫോട്ടോസ്, 1970s ഫോട്ടോസ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആക്ച്വലി കാണാൻ പോകുന്നത് 1820 ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ അന്നേരത്തേക്കുള്ള പിക്ചേഴ്സൊന്നും ഇല്ല. 1950 മുതലുള്ള കുറച്ച് പിക്ചേഴ്സുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ 2004 2002 2009 2014 2020 2024 പിന്നെ നമ്മൾ ഈ എടുക്കുന്ന വീഡിയോ 2025 അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ളൊരു ഫെസിലിറ്റിയൊക്കെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് ഫോട്ടോ എടുക്കാം. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും നമ്മൾ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ്, അതായത് അതിൻ്റെ വെളിയിലേക്ക് നമ്മൾ വീണ്ടും വന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് ട്രാമും ബസ്സും യൂസ് ചെയ്യാം. അപ്പം ട്രാമും ബസ്സും യൂസ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ട. നമുക്ക് ഈ 82 പൗണ്ടിന് ഇൻക്ലൂഡഡ് ആണ് ട്രാമും ട്രെയിനൊക്കെ യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പേ ചെയ്യണം എക്സ്ട്രാ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്, അതായത് അതിൻ്റെ പുറത്തേക്ക് വരുമ്പോഴുള്ള വ്യൂ. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്സും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ട്രാമാണ് ചൂസ് ചെയ്തത്, ബസ്സല്ല, ട്രാമാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ട്രാമിലൊക്കെ കയറി. ട്രാമിൽ കയറിയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ട്രാമിൽ കയറി നമ്മൾ അവിടെ എത്തി. നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലത്തെത്തി, ഫസ്റ്റ് വില്ലേജിലെത്തി. നമ്മളങ്ങോട്ട് നടക്കുകയാണ്, കുറച്ച് നടക്കാനുണ്ട്. ഇതെല്ലാം പഴയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ, അതായത് പഴയത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവർ അത് വെച്ചിട്ടുണ്ട്. അതായത് പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയതിനെ റിസംബിൾ ചെയ്തിട്ടുള്ള എങ്ങനെയായിരുന്നോ പണ്ട് ജീവിച്ചിരുന്നത് അത് ആ ഒരു സാധനങ്ങൾ അങ്ങനെയൊക്കെ തന്നെ അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലാണ്, അതുപോലെ തന്നെ ഈ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് നേച്ചർ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെയുള്ള യാത്രകൾ കൊണ്ട് നമുക്ക് ഫിസിക്കലി ഇങ്ങനെ നടന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും വർത്താനം പറഞ്ഞ് നടക്കാനുള്ള ഒരു അവസരം ഉള്ളതുപോലെ തന്നെ നമ്മുടെ കണ്ണിനും മനസ്സിനും എല്ലാം നമുക്ക് നല്ലതാണ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ കാരണം എന്ത് ഗ്രീനി പ്ലേസാണ്, നേച്ചർ അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. നടന്ന് കണ്ടോ, ഇവിടെ ഒരു നല്ല ഫീൽഡ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ പോയത് പിറ്റ്ഫീൽഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അവിടെ. അങ്ങനെ അതിനകത്തേക്കാണ് നമ്മൾ ആദ്യം കയറേണ്ടത്. അതിനകത്തേക്ക് ആദ്യം കയറി കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലെ തന്നെ കുറേ അധികം വിസിറ്റേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറി. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ നമുക്കൊരു കുതിര, അതായത് അവിടെ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ്. അപ്പോൾ അവിടെ ഒരു കുതിരയുണ്ട്. കുതിരേനെ അവിടെ അതിൻ്റെ പേര് പോണി എന്നാണ്. അപ്പോൾ അവിടെ പുല്ലൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. പിള്ളേർ കുറച്ച് സമയം അതിൻ്റെ അടുത്ത് പോയി കളിച്ചു. പൊന്നിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനെ. അതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഒരു പണ്ടത്തെ സ്കൂളിലേക്കാണ്. ഇതാണ്, അതായത് 1891 ഉണ്ടായിരുന്നൊരു സ്കൂളാണിത്. സോറി, ആദ്യത്തെ കുറച്ച് വീഡിയോക്കകത്ത് കുറച്ച് ലൈറ്റ് കുറവാണ്. അപ്പം ഇതാണ് സ്കൂള്. സ്കൂളിൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചർ, അവിടെ കുറേ അനാട്ടമി പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. പണ്ട് പഠിക്കാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ അത് 2 ബോട്ടിലിനടുത്ത് ഒരു പാമ്പിൻ്റെയൊക്കെ ഇത് ഇങ്ങനെ ഇതിലാക്കി വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ കുറച്ച് സ്റ്റോണുകൾ, പിന്നെ ഇത് മഷി എഴുതാൻ ഉപയോഗിച്ചിരുന്ന പല ടൈപ്പിലുള്ള ഇങ്കുകൾ, മഷിയ, പിന്നെ മുട്ട, അങ്ങനത്തെയൊക്കെ പേനകളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. പണ്ട്
അവരെഴുതാനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്കൂളല്ലേ, സ്കൂളിലേക്ക് വേണ്ട കുറേ അധികം പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, മാപ്പുകൾ, വലിയ വലിയ പണ്ടത്തെ ഓൾഡ് മാപ്പ്, പിന്നെ ഇതുപോലത്തെ ബെഞ്ച്, അങ്ങനത്തെ സ്ട്രക്ചറൊക്കെ. നിറയെ വിസിറ്റേഴ്സ് ഉണ്ട്, നല്ല ബിസിയാണ്. പണ്ടത്തെ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ, പിള്ളേരെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ചാർട്ടുകളും കാര്യങ്ങളൊക്കെ. ഇത് പണ്ടത്തെ ഫോട്ടോസ്, പണ്ടുണ്ടായിരുന്ന ഫോട്ടോസ്. എനിക്ക് അതിൻ്റെ ഇയേഴ്സ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അതെ, പഴയ ഫോട്ടോസാണ്. പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, ഒരു ചെറിയ ആൽബമാണത്. കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു, കുറേ സാധനങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ ഒരു കോറിഡോർ പോലുള്ള, അവിടെയും കുറേ പിക്ചറുകളുണ്ട്, ഓൾഡ് പിക്ചറുകൾ. അതവിടുത്തെ ഒരു രാജാവിൻ്റെ പിക്ചറുകളും കാര്യങ്ങളും, പണ്ട് അവിടെ ഭരിച്ചിരുന്നതും അതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പഴയ പഴയ ഫോട്ടോകളും, പണ്ട് അവിടെ എങ്ങനെയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇത് വരച്ചെടുത്തിട്ടുള്ള ഫോട്ടോകളാണ് കേട്ടോ. ഒറിജിനൽ പിക്ചറുകൾ ഫോട്ടോ ആയിട്ട് എടുത്തതല്ല, വരച്ചിട്ടുള്ള പിക്ചറുകളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ പല പല ക്ലാസ് മുറികളുണ്ട്. എല്ലാ ക്ലാസ് മുറികളിലും ഞങ്ങൾ കയറിയില്ല, കാരണം എല്ലായിടത്തും സെയിം തന്നെ ആയ കാഴ്ചകളായതുകൊണ്ട് എല്ലാത്തിലും കയറിയില്ല. ഇത് റെഗുലേഷൻസ്, പണ്ടത്തെ റെഗുലേഷൻസൊക്കെ അവരവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ എക്സിറ്റ് വേ. പിള്ളേർക്ക് കോട്ടൊക്കെ തൂക്കിയിടാനുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ രൂപം. ഇത്രയും വലിയൊരു സ്കൂളിലേക്കാണ് നമ്മൾ വന്നത്. ഇതാണ് സ്കൂളിൻ്റെ എൻട്രൻസ്, ആ സൈഡിലും എക്സിറ്റ് ഈ സൈഡിലുമാണ്. അതിനുശേഷം നമ്മൾ അടുത്തത് പോയത് ഒരു ചർച്ചിലേക്കാണ്. ഈ സ്കൂളിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ചർച്ചാണിത്. പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ചർച്ചാണ്. ഇതതിൻ്റെ പ്രൊജക്ടർ പോലെ എന്തോ ഒരു സംഭവമാണ്. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ രൂപം. ഭീമിഷ് സ്കൂളിനോടനുബന്ധിച്ച് തന്നെയുള്ളൊരു കത്തീഡ്രലാണ്. അവിടെയും കുറച്ച് നേരം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, കുറച്ച് സമയം അവിടെ ഇരുന്നു.
പിന്നെ ഞങ്ങൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി. പിന്നെ അടുത്തത് പോയത് അവിടുത്തെ ഒരു വീട് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് പണ്ട് കുറേ ആൾക്കാർ താമസിച്ചിരുന്നൊരു വീടാണ്. അവർ കൃഷി ചെയ്തിരുന്ന കുറച്ച് പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് കണ്ടു. പിന്നെ പണ്ട് അവരുടെ ടീ സ്റ്റോള് കണ്ടു. പിന്നെ ഇത് അവിടെ ഒരാൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എത്ര പേര് താമസിച്ചിരുന്നു എന്നും എങ്ങനെയാണെന്നൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. ഓക്കെ, ഇത് എന്തായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നതും എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പം അത് പുള്ളി ഗൈഡ് പറഞ്ഞതനുസരിച്ച് 14 ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നൊരു വീടായിരുന്നു അത്. പിന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ, പിന്നെ എങ്ങനെയാണ് അവർ ടോയ്ലറ്റ് പണ്ട് യൂസ് ചെയ്തിരുന്നതെന്നൊക്കെയാണ് പുള്ളി കാണിച്ചു തരുന്നത്. പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം പണ്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നോർമൽ പേപ്പർ ഉപയോഗിച്ചായിരുന്നു വൈപ്പ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് പുള്ളി നമുക്ക് പറഞ്ഞു തരുന്നത്. പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നതെന്ന്. പിന്നെ ഇതായിരുന്നു അവർ 14 ആൾക്കാർ താമസിച്ചിരുന്നൊരു വീട്. വീടിൻ്റെ അകം ഇങ്ങനായിരുന്നു. ഇത് പണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. പിന്നെ തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ ഹീറ്ററൊന്നും അന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റാണ്ടിരുന്നതുകൊണ്ട് അവിടെ ഒരു ഫയർ സ്റ്റേഷനുണ്ട്. പണ്ടത്തെ മോഡലിലുള്ളൊരു ഫയർ സ്റ്റേഷനുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ നല്ല ചൂടാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്തായാലും നമുക്ക് വെയിലാണ്, ചൂടുള്ള ക്ലൈമറ്റാണ്. പക്ഷേ ആ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല ചൂടാണ്. അതായത് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എല്ലാ മുറിയിലേക്കും നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡ് അല്ല, അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഇത്രയും മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പിള്ളേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉള്ളൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് സ്നാക്സുകളും കാര്യങ്ങളും കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു. പിള്ളേരത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. പിള്ളേർ സത്യം പറഞ്ഞാൽ മുഴുവൻ കഴിച്ചില്ല. സ്നാക്സ് ആണെങ്കിൽ പോലും കുറച്ച് മാത്രമേ അവർ കഴിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ ബാക്കി ബാഗിലെടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിറയെ ആപ്പിൾ ഉണ്ടായി നിൽക്കുകയാണ്. കാശി നേച്ചർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. കുറച്ചധികം നമുക്ക് നടക്കാനുണ്ട്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴും ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ബസ് കയറുന്ന സ്ഥലത്തേക്ക് പോകണം, അടുത്ത വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നടക്കുകയാണ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ഡേ ആയിരുന്നു. നമ്മൾ ഫിസിക്കലി നമ്മളിങ്ങനെ നടക്കുകയും നേച്ചറിനോടൊന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കലി മാത്രമല്ല മെൻ്റലി നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഭീമിഷ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം അവർ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ എഡിറ്റിങ് അത്ര ശരിയായിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എഡിറ്റിങ് അത്ര ശരിയായിട്ടില്ല. എന്നാലും അതുകൊണ്ടാണ് കുറച്ച് ലാഗ് വരുന്നുണ്ട്. അതായത് ആ വീഡിയോ കുറച്ച് നീണ്ടു പോകുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. കാരണം എനിക്ക് എഡിറ്റിങ് അത്ര വശമില്ല. ഞാൻ ചെയ്ത് പഠിക്കുന്നുള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ട്രാമിൽ അല്ലെങ്കിൽ ബസ്സിന് കയറിയിട്ട് വേണം നമുക്ക് അടുത്ത വില്ലേജിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ബസ് സ്റ്റോപ്പിലെത്തി. ഇതാണ് ബസ് സ്റ്റോപ്പ്.
അപ്പം ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഒരു സ്ട്രക്ചർ. ഇങ്ങനെ ആയിരുന്നു, കണ്ടോ ഭീമിഷ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ബസ് കയറാൻ വേണ്ടി, ബസ്സെല്ലാം നമ്മൾ ട്രാമിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കുള്ള പോകാനുള്ള ട്രാം വന്നു. ട്രാം വന്നു നിന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് അവിടെ ഇറങ്ങാനുള്ളവരെല്ലാവരും ഇറങ്ങുകയാണ്. ഇനി ഇത് ആൾക്കാർക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് വേറെ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇറങ്ങുന്നതാണ് വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ വിസിറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രാമിലേക്ക് കയറുകയാണ്. ഇത് പണ്ടത്തെ ട്രാമാണ്. മുകളിലേക്ക്, ഇത് ഡബിൾ ഡെക്കർ പോലെയാണ് ഈ ട്രാം. നമുക്ക് മുകളിലേക്കും പോകാം, താഴെ ഇരിക്കാം. ഞങ്ങൾ മുകളിലേക്ക് കയറിയില്ല, കാരണം പിള്ളേർക്ക് ആ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മുകളിൽ കയറിയില്ല. ഞങ്ങൾ താഴെ തന്നെയാണ് ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രാമിൽ യാത്ര ചെയ്യാണ്. ട്രാം മൂവ് ചെയ്ത് തുടങ്ങി. അധികം സ്പീഡിലൊന്നും അല്ല പോകുന്നത്. സാധാരണ ബസ് പോകുന്ന അത്രയും വലിയ സ്പീഡിലൊന്നുമല്ല, ചെറിയ വേഗത്തിലാണ് പോകുന്നത്. നമുക്ക് അവിടെയും പോകുന്ന വഴിക്ക് നിറയെ കാഴ്ചകളുണ്ട്. ഭയങ്കര പച്ചപ്പും അതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഇവിടെ നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കാരണം നമുക്കിത് ഒരു ദിവസം കൊണ്ട് നമുക്കിത് കണ്ടു തീർക്കാവുന്നതിലധികമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇനിയും ഒരു വിസിറ്റും കൂടി ഈ റീസെൻ്റ്ലി തന്നെ നാളെയോ അതിന് ശേഷമോ ചെയ്യണമെന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും. ഞങ്ങൾ എന്നിട്ട് വീണ്ടും അടുത്ത ദിവസം വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മൾക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രാം ഇറങ്ങി. പിന്നെ ഞങ്ങൾ വേറൊരു വീട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. വീട് നമ്മൾ ഓൾറെഡി കണ്ട പഴയ മറ്റേ വീട് പോലെ തന്നെ ഏകദേശം അതിനോട് സാമ്യമുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ, അതായത് നമ്മൾ ആദ്യം കണ്ട വീടിനേക്കാളും കുറച്ചുകൂടി ഡെവലപ്പ് ആയതിന് ശേഷമുള്ള, നമ്മൾ നെക്സ്റ്റ് വില്ലേജിലാണല്ലോ വന്നത്. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതൊരു സോളിസിറ്ററുടെ വീടാണ് നമ്മളിപ്പം വിസിറ്റ് ചെയ്തത്. പിന്നെ നമ്മളൊരു ഡെൻറ്റിസ്റ്റിൻ്റെ വീട് നമ്മൾ വിസിറ്റ് ചെയ്തു. ഇതാണ് ഡെൻറ്റിസ്റ്റിൻ്റെ വീടിൻ്റെ എൻട്രൻസ് ഏരിയ. പിന്നെ ഇതുപോലെ വീടിൻ്റെ ഒരു ലിവിങ് ഏരിയ പോലുള്ള ഒരു സ്ഥലം. പിന്നെ ഇതാണ് ലിവിങ് ഏരിയ പോലുള്ള സ്ഥലം. പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് അവരുടെ ബാക്കി ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് നമ്മൾ കയറി പോയില്ല. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി.
ഇവിടെ നമ്മൾ കാണുന്നത് കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. എസ്റ്റേറ്റ് ഏജൻറ്റ്, എമിഗ്രേഷൻ ഏജൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഷോപ്സുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഇത് നമ്മളിനി കാണാൻ പോകുന്നത് നമ്മുടെ കുറച്ച് ഷോപ്സ്, ചെറിയ ചെറിയ ഷോപ്സുകളൊക്കെ അവിടെ ഉണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു. പിന്നെ നമ്മൾ ബാർക്ലേസ് ബാങ്ക്, പണ്ടത്തെ ബാർക്ലേസ് ബാങ്കാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. ഇതാണ് ബാർക്ലേസ് ബാങ്കിൻ്റെ ഉൾവശം. ദേ ബാങ്കിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ പഴയത്. ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ 1 പൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമായിരുന്നു അന്നത്തെ കാലത്ത്. ഇത് മാനേജറുടെയൊക്കെ ഓഫീസ്. ഇത് പണ്ട് നമ്മൾ എങ്ങനെയാണ് എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന്. നമുക്കിങ്ങനെ മഷി മുക്കിയിട്ട് പേന മഷിയിൽ മുക്കിയിട്ടാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബിന്ദു അത് എഴുതാൻ വേണ്ടി ഒന്ന് കാണിച്ചതാണ്, ഇങ്ങനെയാണ് എഴുതുന്നതെന്ന്. പണ്ട് എങ്ങനെയാണ് അവർ എഴുതുന്നതെന്ന് കാണിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ബാങ്കിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള റൂമുകളുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് വിസിറ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം. നിറയെ സ്റ്റെപ്പുകളുണ്ട്. ഇറങ്ങി നമ്മൾ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു മുറിയിലേക്ക് ചെന്നു. ഇത് പണ്ടത്തെ ലോക്കർ ഫെസിലിറ്റികൾ ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു ഇത്. ബാർക്ലേസ് ബാങ്ക് ലിമിറ്റഡ്. ഇതാണ് ഈ ബാങ്കിൻ്റെ ലോക്കർ. അതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് പുറത്ത് നിന്ന് കാണാം. ഇതായിരുന്നു ലോക്കർ. ഓക്കെ, അത് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. വീണ്ടും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ച് ഷോപ്പുകളിൽ പോയി. മനു കുറച്ച് ഹണി വാങ്ങിച്ചു, വൈൽഡ് ഫ്ലവറിൻ്റെ ഹണി. അതിന് നമുക്ക് 8 പൗണ്ട് 9 പൗണ്ട് എങ്ങാണ്ടായി. ഒരു ബോട്ടിൽ വാങ്ങിച്ചു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ഹണിയാണ്, പ്യുവർ ഹണിയാണ്. വീണ്ടും പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഇത് നമുക്കവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. പക്ഷേ അത് കുറച്ച് സമയം എടുക്കും ആ പ്രോഗ്രാം തീരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ജോയിൻ ചെയ്തില്ല. അടുത്ത ദിവസം വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് വേറൊരു ഷോപ്പ് വിസിറ്റ് ചെയ്യാനാണ് പോയത്. അവിടെ ഇവിടെ പണ്ടത്തെ ടി വികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടുണ്ടായിരുന്ന ടി വികൾ. പണ്ടത്തെ ടി വി, പണ്ടത്തെ ഫ്രിഡ്ജ്, പണ്ടത്തെ സൈക്കിള്,
പണ്ടത്തെ ഫ്രിഡ്ജ്, (1820) മുതൽ 1960 വരെ ആൾക്കാർ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അന്നുണ്ടായിരുന്ന ഗ്യാസ് സ്റ്റൗകളും കാര്യങ്ങളും, ഹെയർ ഡ്രയർ, ഗ്രൈൻഡർ, TV, റേഡിയോ, ഹീറ്റർ, അതൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ അതിനുശേഷം വേറൊരു ഷോപ്പ് ജസ്റ്റ് വിസിറ്റ് ചെയ്തു. അതൊരു ക്വിക്ക് വിസിറ്റായിരുന്നു. അവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും മേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. 3:30-4 മണിയോട് അടുക്കുന്നു. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാമെന്നുള്ള ഇതിലേക്ക് പോയി. ഞങ്ങൾ ഒരു ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന കടയിലാണ് കയറിയത്. അപ്പം ഓർഡർ കൊടുത്തു. ഒരു ലോങ് ക്യൂ ആയിരുന്നു. ഫിഷ് ആൻഡ് ചിപ്സ് നമുക്ക് മേടിച്ചു. പക്ഷെ അവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ല, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് വന്നു. വേറെയും കുറച്ച് ഫാമിലീസൊക്കെ ഫുഡ് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിരുന്നു, കഴിച്ചു. നല്ല അടിപൊളി ഫിഷ് ആൻഡ് ചിപ്സ് ആയിരുന്നു. നല്ല ആയിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, കഴിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടി. താങ്ക് യു.